അപ്പോൾ ആഗോള വ്യോമസേന ശക്തിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ 3-ാം സ്ഥാനത്തായിട്ടുണ്ട്. അതായത് ചൈനയെ പിന്തള്ളി ഇന്ത്യ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് ആഗോള വ്യോമസേന ശക്തിയിൽ. അതായത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ കഴിയും ഇന്ത്യ ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന വ്യോമസേന ശക്തികളിൽ 3-ാം സ്ഥാനത്താണ് എന്നുള്ളത്. അതായത് അമേരിക്ക ആദ്യ സ്ഥാനത്തും റഷ്യ 2-ാം സ്ഥാനത്തും ഇന്ത്യ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്ത് ഇപ്പോൾ ചൈനയുമാണ്. അതായത് ചൈനയെ പിന്തള്ളി ഇന്ത്യ ഇപ്പോൾ മുന്നിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ആഗോള വ്യോമസേനകളുടെ റാങ്കിംഗ് പ്രസിദ്ധീകരിക്കുന്ന ഒരു സംഘടനയായ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച റാങ്കിംഗ് പട്ടിക അനുസരിച്ച് ഏകദേശം 242.9 ട്രൂവൽ റേറ്റിംഗ് ഉള്ള ഏറ്റവും പ്രബലമായ വ്യോമസേനയുള്ള അമേരിക്കയാണ് മുൻപന്തിയിലുള്ളത്. അതായത് ഈ ട്രൂവൽ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എയർക്രാഫ്റ്റുകൾ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എങ്ങനെയാണ് ആക്രമണ പ്രതിരോധ ശക്തി, എങ്ങനെയാണ് ലോജിസ്റ്റിക്സ് കപ്പാസിറ്റി, എത്രമാത്രം എയർക്രാഫ്റ്റുകളുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് എങ്ങനെയാണ് ആധുനികവൽക്കരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ട്രൂവൽ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ട്രൂവൽ റേറ്റിംഗ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രബലമായ വ്യോമസേനാ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ്. അതിന് തൊട്ടു പിന്നാലെ 114.2% റഷ്യയുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയാണ് ഏകദേശം 69.4%. അത് കഴിഞ്ഞിട്ട് ഏകദേശം 63.8% ട്രൂവൽ റേറ്റിംഗ് ഉള്ള ചൈനയാണ് 4-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ചൈനയെ പിന്തള്ളി 69 ഈ പറയുന്ന പോലെ 4% ട്രൂവൽ റേറ്റിംഗ് ഉള്ള ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും 3-ാമത്തെ പ്രബലമായിട്ടുള്ള വ്യോമസേനാ ശക്തി. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾക്ക് പിന്നാലെ പിന്നെ ഈ പറയുന്ന പോലെ ജപ്പാൻ, ഇസ്രായേൽ, ഫ്രാൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വ്യോമസേനാ ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മിലിറ്ററിയിൽ ഒരു ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാര്യം വ്യോമസേനാ ശക്തിയിലാണ് ഈ രാജ്യങ്ങളുടെ യഥാർത്ഥ ഒരു പവർ തന്നെ പിടിച്ചു നിൽക്കുന്നത്. അതായത് പവർ എങ്ങനെയാണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അത്രത്തോളം എയർക്രാഫ്റ്റുകൾ, അതുപോലെ തന്നെ പ്രതിരോധ ശക്തി, അതുപോലെ തന്നെ ആക്രമണ ശക്തി, ആധുനികവൽക്കരിച്ചിട്ടുള്ള യുദ്ധ വിമാനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിങ് അനുസരിച്ച് ഇന്ത്യ ചൈനയെക്കാളും മുന്നിൽ ഏകദേശം വന്നിട്ടുണ്ട്. അതായത് ചൈന 63.5% റാങ്കിങ് റേറ്റിലാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ 69.4 ഇന്ത്യയുടെ ട്രൂവൽ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ചൈനയെക്കാളും മുന്നിൽ എത്തിക്കഴിഞ്ഞു. കാരണം ഇന്ത്യയുടെ വ്യോമസേന ശക്തി എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആണ്. അതായത് ഏകദേശം 31.something ഫൈറ്റേഴ്സും, അതുപോലെ തന്നെ 29% ഹെലികോപ്റ്ററുകളും, അതുപോലെ തന്നെ 20% പരിശീലകരും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ. അതായത് ചൈനയും അതുപോലെ തന്നെയാണ്. ചൈനയും 54.something കൂടി ഫൈറ്റേഴ്സും, അതുപോലെ തന്നെ 25% മേളിൽ പരിശീലകരും അങ്ങനെ ഉൾപ്പെടുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഇന്ത്യയുടെയും ചൈനയുടെയും വ്യോമസേന ശക്തി വളരെയധികം വലുതാണെങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യ ചൈനയെക്കാളും മുന്നിൽ എത്തിയിട്ടുള്ളതെന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത. അതുപോലെ തന്നെ അടുത്ത 2 ദശകങ്ങൾക്കുള്ളിൽ 600-ലധികം ജെറ്റുകൾ ഉൾപ്പെടുന്ന ഒരു പദ്ധതി ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വകഭേദങ്ങളാണ്. ഇതിൽ 180 LCA Mk1, 120-ലധികം LCA Mk2, 114 MRFA, കുറഞ്ഞത് 120 AMCA എന്നിവയും ഉൾപ്പെടുന്നു. ഇതിൽ 5-ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഇറക്കുമതി ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ പങ്കാളികളുമായി ചർച്ച നടത്തി വരികയാണ് എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഈ ചർച്ച ഇങ്ങനെ നടന്നു വരികയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുകയുമുണ്ടായി. മറുവശത്ത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് അല്ലെങ്കിൽ ചൈനയുടെ വ്യോമസേനയ്ക്ക് ഏകദേശം 5-ാം തലമുറ എന്ന് വിളിക്കപ്പെടുന്ന J-20, J-35 എന്നീ വിമാനങ്ങൾ അവർക്ക് വളരെയധികമുണ്ട്. അതുപോലെ തന്നെയാണ് 6-ാം തലമുറ വിമാനങ്ങൾ എന്നറിയപ്പെടുന്ന, അതായത് ലോകത്ത് തന്നെ ആദ്യമായിട്ടുള്ള അൺഒഫീഷ്യലി വിളിക്കപ്പെടുന്ന J-36 എന്ന് പറയുന്ന വിമാനങ്ങളുടെ ഒരു കൂട്ടവും ചൈനയ്ക്കുണ്ട്. അപ്പോൾ ചൈനയും ഏകദേശം വളരെ ആധുനികവൽക്കരിച്ചിട്ടുള്ള
വിമാനങ്ങൾ തന്നെയാണ് അവരുടെ പക്കലും ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ പ്രതിരോധ ശക്തി, ഇന്ത്യയുടെ അല്ലെങ്കിൽ ആക്രമണ ശക്തി ചൈനയെക്കാളും വളരെയധികം മുന്നിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഈയിടെ നടന്ന പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമസേന ശക്തിയുടെ, ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് ചൈനയുടെ പ്രതിരോധ ശക്തി കൂടുതൽ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഒരു രീതിയിലും ഗുണം ചെയ്യുന്നതായിരുന്നില്ല ഈ യുദ്ധത്തിൽ നമ്മൾ കണ്ടത്. അതായത് ഇന്ത്യയുടെ വ്യോമസേന ശക്തി വളരെയധികം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് പാകിസ്ഥാന് മേളിൽ ഓരോ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് തന്നെ. അതായത് നമ്മൾ ആ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇന്ത്യ നല്ല രീതിയിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് പാകിസ്ഥാൻ കൂടുതലും ആശ്രയിച്ചിരുന്നത് ചൈനയുടെ വ്യോമ പ്രതിരോധ ശക്തി എക്യുപ്മെൻസിനെയാണ് കൂടുതൽ അവർ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഇതുകൊണ്ടൊന്നും യാതൊരുവിധ ഉപയോഗങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് PL-50E എന്നറിയപ്പെടുന്ന എയർ ടു എയർ മിസൈലുകളും അതുപോലെ തന്നെ HQ-9 എന്ന് പറയുന്ന സർഫസ് ടു എയർ മിസൈലുകളും ഇങ്ങനെയുള്ള മിസൈലുകളെല്ലാം സജ്ജീകരിച്ചിട്ട് പോലും ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് അത്രത്തോളം വളരെ വലുത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ വ്യോമ സേന ആക്രമണങ്ങൾ പോലും പാകിസ്ഥാന് പ്രതിരോധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 100-ൽ പരം സൈനികർ പാകിസ്ഥാൻ്റെ മരിക്കുകയുണ്ടായി. ഏകദേശം 10ഓളം എയർക്രാഫ്റ്റുകൾ അവർക്ക് നശിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയുടെ ആക്രമണം എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല ശക്തിയുള്ള ആക്രമണമാണ് ഇന്ത്യ അന്ന് പുറത്ത് കാണിച്ചത്.